ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് എന്താണ്, ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോകാം. നമ്മളിതാ ഇവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയിലിട്ടിട്ട് അതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കുക കേട്ടോ. അരിച്ചെടുക്കുകയൊന്നും വേണ്ട, നല്ല പേസ്റ്റാക്കി അവിടെ ഇരിക്കട്ടെ അത് കേട്ടോ. ഒരു പാനിൽ നമ്മൾ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച ബീട്രൂട്ടിൻ്റെ പേസ്റ്റിനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ മിക്സി ജാർ കഴുകി ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കട്ടയൊന്നും ഇല്ലാതെ പച്ചവെള്ളമാകുമ്പോൾ വേഗം നന്നായി മിക്സാവും. ഓക്കെ, ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്യരുത്. ഓക്കെ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ മുളക് പൊടി, എരിവൊക്കെ ആവശ്യത്തിനിടാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങൾക്ക് സൗകര്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നല്ല കട്ടയാവുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് കട്ടിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് തണുക്കട്ടെ കേട്ടോ. മാവൊക്കെ തണുത്ത് കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട്, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, എന്നാലും കുറച്ച് ഓയിൽ തേച്ചിട്ട് ചെറുതായി ഉരുട്ടി നമ്മൾ ആവി കയറ്റാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാം ഉരുട്ടി വെച്ച ശേഷം നമുക്ക് ഒന്നിച്ച് വേവിക്കാൻ പറ്റും. അത് ആ പാത്രത്തിൽ എത്ര കൊള്ളണോ അത്രയും വെക്കാം കേട്ടോ. എന്നിട്ട് ആവി കയറ്റി എടുക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഓൾറെഡി അതെല്ലാം നമ്മൾ വെന്തിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ. ആ വേവണ നേരം കൊണ്ട് നമുക്കൊരു പാനിൽ കടുക് വറുത്തിട്ട് അതിലേക്ക് കുറച്ച് എള്ള് ഇടുക. കടുക്, എള്ള്, ജീരകം, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഇതിൽ ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൊഴുക്കട്ട നന്നായി ആയിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ കടുക് വറുത്ത അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഇത് ഒരു 3 ടൈപ്പാണ് കാണിക്കാൻ പോണത് കേട്ടോ. ഈ കടുക് വറുക്കുന്ന സ്റ്റൈല് പല വിധത്തിൽ. ഓക്കെ, ഇത് എള്ളിട്ടിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യണത് തേങ്ങയിൽ കോട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ തേങ്ങ വന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഫസ്റ്റ് പ്രോസസ്സിൽ തന്നെ തേങ്ങ ഇടാം. പക്ഷേ ഞാനത് വേണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു 3 വിധത്തിൽ എടുക്കാമല്ലോ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ബീട്രൂട്ട് കൊഴുക്കട്ട പലതരത്തിൽ മറ്റേത് കടുക് വറുക്കണ സ്റ്റൈല് പല വിധത്തിൽ കാണിച്ചു. ഇതൊരു അടുത്ത വേറൊരു മെത്തേഡാണ് കാണിക്കാൻ പോണത് കേട്ടോ. നമ്മൾ എള്ളിട്ടിട്ട് ചെയ്തു, എള്ളിട്ടിട്ട് കടുക് വറുത്തു, തേങ്ങയിട്ട് വെച്ചു. ഇപ്പം ഞാൻ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പോവാണ്. വരൂ നോക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ചതാണ്. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളിയും കറിവേപ്പിലയും. നമ്മുടെ കൊഴുക്കട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി, ഇപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു. അതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കഷ്ടി ഒരു സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ബിക്കോസ് ഇതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടുകൊണ്ട് ഇത് ലേശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കൊഴുക്കട്ട ഇട്ട് കൊടുക്കുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലാസ്റ്റ് സോസൊക്കെ ഇട്ടതാണ്. എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടൊക്കെ എടുക്കാനും നല്ലതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.